അവന് പകരം ഇവൻ ചത്താൽ മതിയായിരുന്നു. ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ്. നടൻ ശ്രീനിവാസിന് പകരം മമ്മൂട്ടി ചത്താൽ മതിയായിരുന്നു. ജോസഫ് AK എന്നൊരു ക്രിസംഗി ചെറ്റയുടെ FB പോസ്റ്റാണിത്. ഇവരുടെയൊക്കെ തലയിൽ, ഈ ക്രിസംഗികളുടെ തലയിൽ അന്തരംഗത്തിൽ ഇസ്ലാമോഫോബിയ അതിൻ്റെ അത്യുച്ച കോടിയിലെത്തി എന്നർത്ഥം. ഭ്രാന്തായി മാറി, അത് തന്നെ കേസ്. ജോസഫ് AK അവൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവനിതിനകത്ത് മുക്കിക്കളഞ്ഞു കേട്ടോ. മരുന്നില്ലാത്ത രോഗമാണിപ്പോൾ ഇവരെ ബാധിച്ചിട്ടുള്ളത്, ഇസ്ലാമോഫോബിയ. അതായത് ഇസ്ലാം വിരുദ്ധ മനോഭാവം. അത് ഈ ക്രിസ്ത്യൻ സംഘികളുടെ അടി മുതൽ മുടി വരെ കേശാദിപാദം ഓരോ രോമകൂപത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ആ രോഗമുള്ള ആളുകളുടെ പേരുകളാണ് ഇസ്ലാമോഫോബിക്കുകൾ. ഹിന്ദു തീവ്രവാദികളുണ്ട്, ഹിന്ദുത്വവാദികൾ. അവരെ നമ്മൾ സംഘികൾ എന്ന് പറയും. ക്രിസ്ത്യൻ തീവ്രവാദികളെ നമ്മൾ എന്ത് പറയുന്നു? ക്രിസ്ത്യൻ സംഘികൾ എന്ന് പറയും. അതാണ് ക്രിസംഘികൾ. ആയതുകൊണ്ട് തന്നെ ഈ ജോസഫ് AK നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂട്ടി ചത്താൽ മതിയായിരുന്നു. ആ പോസ്റ്റ് അവൻ്റെ ആ ജോസഫ് AK എന്ന് പറയുന്നവൻ്റെ വ്യക്തി എന്ന വ്യക്തിയുടേത് മാത്രമായിട്ടുള്ള മനോഭാവമല്ല അത് ക്രിസ്ത്യൻ തീവ്രവാദ ഗ്രൂപ്പ്, ക്രിസംഗി ഗ്രൂപ്പിൻ്റെ മൊത്തം മനോഭാവമാണത്. മമ്മൂട്ടി എന്ന വ്യക്തിയോടല്ല. ഈ ജോസഫ് AK മാർ അവരുടെ പക, അവരുടെ വെറുപ്പ് മുസ്ലിം സമൂഹത്തോടാണ്. ആ പകയും വെറുപ്പും. എന്തിനാണ് അവരുടെ പകയും വെറുപ്പും? അവര് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് അന്തസ്സോടുകൂടി, ആഭിജാത്യത്തോടുകൂടി അവർ സാമൂഹ്യമായിട്ടും സാമ്പത്തികമായിട്ടും സാംസ്കാരികമായിട്ടും പുരോഗതിയുടെ പടവുകളിൽ അവരിങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇവരെ താഴോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അസൂയയുടെ പേരിലുള്ള വെറുപ്പും മറപ്പുമാണ് മുസ്ലിം സമൂഹത്തോട്. ഈ ഒരു അറപ്പും വെറുപ്പും ഈ ക്രിസ്ത്യൻ തീവ്രവാദികൾക്കിടയിൽ, ക്രിസ്ത്യൻ സംഘികൾക്കിടയിൽ ദിനം ദിനം വർദ്ധിച്ചു വരികയാണ്. ഇസ്ലാമോഫോബിക്കുകൾ, സോംബികളായിട്ടുള്ള ആളുകൾ. അവർക്കിപ്പോൾ അവരെക്കുറിച്ച് ചിന്തയില്ല, ചുറ്റുപാടുകളെ കുറിച്ച് ചിന്തയില്ല. അവരുടെ നോട്ടം മുഴുവൻ മുസ്ലിങ്ങൾ, അവർ മുള്ളുന്നതും തോറുന്നതും അതേക്കുറിച്ചുള്ള ചിന്ത മാത്രമേ ഉള്ളൂ. ശരിയായിട്ടുള്ള നൊസ്, തൃശ്ശൂർ ഭാഷയിൽ പറഞ്ഞാൽ. ഇന്നക്കാലത്ത് ജോസഫ് AK എന്നവൻ അവൻ്റെ ഫേസ്ബുക്ക് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. പക്ഷെ അതിനു മുമ്പെല്ലാം പുറത്ത് കിട്ടിക്കഴിഞ്ഞു കേട്ടോ. ഇപ്പോൾ കാര്യങ്ങൾ പണ്ടത്തെ പോലെയല്ല. ഇങ്ങനെ മതവിദ്വേഷം പുലർത്തുന്നവൻ്റെ, ഇങ്ങനെ മതവിദ്വേഷം പ്രസരിപ്പിക്കുന്നവൻ്റെ ഉടലിൽ ചിലപ്പോൾ ചില അവയവങ്ങൾ യഥാസ്ഥാനങ്ങളിൽ കണ്ടില്ലാതെ വരും. അത് നമ്മൾ കണ്ടതാണല്ലോ. ഒരു മാഷ്ട കാര്യം നമ്മൾ കണ്ടതാണല്ലോ. പിന്നെ ഒരുത്തുണ്ട് മറുകാടൻ നരപ്പാളി. അവരിപ്പോൾ പലയിടത്തും വെച്ച് നല്ല കീറ് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് മതിയായിട്ടില്ല. ഒരിക്കൽ ലണ്ടനിലെ എയർപോർട്ടിൽ വെച്ച് നല്ല അടി കിട്ടി. പിന്നെ തൊടുപുഴയിൽ വെച്ച് നല്ല ഇടിയും കിട്ടി. ചത്തില്ല. ഇതൊക്കെ പരസ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. രഹസ്യമായിട്ട് ഈ എരപ്പാളിക്ക് അവൻ്റെ ഭാര്യയുണ്ട് ഒരുത്തി. എവിടെയെല്ലാം വെച്ച് എന്തൊക്കെ കിട്ടിയെന്ന് നമുക്കറിയില്ല. ഏതായാലും ജോസഫ് AK ഫേസ്ബുക്ക് പൂട്ടിയിട്ടിട്ടുണ്ട്. ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ ഇടാൻ, അവിടെയാണ് നമ്മളെ ചിന്ത പോകേണ്ടത്. ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ ഇടാൻ
ഈ ഇന്ത്യൻ ക്രിസ്ത്യാനിക്ക് എങ്ങനെ ധൈര്യം വരുന്നു? വളരെ ചുരുക്കം ആൾക്കാരുകൾ, 2-3% ഉള്ളൂ ഇന്ത്യയിൽ ഈ വർഗം, ഈ നായക്കാഷ്ടങ്ങൾ. മുസ്ലിങ്ങൾ 17%. എന്നിട്ടും ഇങ്ങനെയുള്ള പോസ്റ്റുകൾ ഇടാനുള്ള ധൈര്യം അവർക്ക് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? അവരുടെ മനസ്സിനെ ഈ രൂപത്തിൽ മാറ്റിയെടുത്തത് ഹിന്ദുത്വ സംഖ്യകളാണ്, സംഘപരിവാറുകാർ. അഥവാ നമുക്കറിയാവുന്ന ഭാരതീയ ജനതാ പാർട്ടി, BJP, വിശ്വ ഹിന്ദു പരിഷത്ത്, VHP, ഹിന്ദു ഐക്യവേദി, ഇവരൊക്കെയാണ് ഈ കളി തുടങ്ങി വെച്ചത്, ഇവരെ കൊണ്ടും തുടങ്ങി വെപ്പിച്ചതും. ആദ്യമൊക്കെ അവര് ഈ കുരിശു കൃഷിക്കാർക്ക്, ഈ പള്ളിക്കാർക്കും പട്ടക്കാർക്കും, ഈ നായക്കാഷ്ടങ്ങൾക്ക് എതിരായിരുന്നു അവര്. തുടക്കയ്ക്ക് അവർക്കെതിരായിട്ടാണ് ഇത്തരം കാര്യങ്ങൾ അവർ തുടങ്ങി വെച്ചത്. പക്ഷെ ഒട്ടും പ്രതിരോധിക്കാതെ ക്രിസ്ത്യൻ തീവ്രവാദികൾ അവരുടെ മുമ്പിൽ തലതാഴ്ത്തി വാലാട്ടാൻ തുടങ്ങി. അവർ പൂർണ്ണമായും RSSന്റെ കാൽക്കീഴിലായി, കാക്കൂട്ടിലായി എന്ന് പറയണത് ശരി. RSSന്റെ ചെരുപ്പ് നക്കികളായി മാറി ഈ ക്രിസംഖികൾ. ഇസ്ലാമോഫോബിയ ബാധിച്ച ജന്തുക്കളാണ് സംഖ്യകൾ. ഇസ്ലാമോഫോബിയ ബാധിച്ച ക്രിസ്ത്യൻ ജന്തുക്കളാണ് ക്രിസ്ത്യൻ സംഖ്യകൾ അഥവാ ക്രിസംഖ്യകൾ. ഇവിടെ സംഘപരിവാറിനുള്ളത് കാട്ടുനീതിയാണ്. ഒന്നിലോ അവർ കീഴടക്കും, അതല്ലെങ്കിൽ കീഴടക്കുക, അല്ലെങ്കിൽ ഇല്ലാതാക്കുക, അതല്ലെങ്കിൽ കൂട്ടത്തിൽ കൂട്ടുക. ഇതാണ് അവർ ചെയ്യുക. ക്രിസ്ത്യൻ വർഗം എന്നും ചെരുപ്പ് നക്കികളാണ്. ബ്രിട്ടീഷുള്ളപ്പോൾ ബ്രിട്ടീഷുകാരുടെ ചെരുപ്പ് നക്കി, അതിനുശേഷം ഇവിടെ കോൺഗ്രസ്സുകാർ ഭരിക്കാൻ തുടങ്ങിയപ്പോൾ അവരെ ചെരുപ്പ് നക്കി, ഇപ്പോൾ നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും ചെരുപ്പ് നക്കിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് എത്തിക്സും വാല്യൂസും ഒന്നുമല്ല അവർക്ക് പ്രശ്നം. അവർക്ക് പണം 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 പണം. അതിനുവേണ്ടി അവറ്റകൾ ആരുടെയും മുമ്പിൽ തല താഴ്ത്തും, ചെരുപ്പ് നക്കും. അവരുടെ പെണ്ണുങ്ങൾ, പ്രത്യേകിച്ച് പള്ളിത്തേവടികളുണ്ട്, ഇവരൊക്കെ ആർക്കും മുമ്പിലും തുടി പൊക്കും. അങ്ങനെ നമ്മൾ കാണുന്നതാണല്ലോ. അങ്ങനെയുള്ളൊരു വിഭാഗമാണ് ക്രിസ്ത്യൻ സംഖ്യകൾ അഥവാ ക്രിസംഖ്യകൾ. ആയതുകൊണ്ട് തന്നെ RSS തങ്ങളുടെ ദണ്ഡ ഉയർത്തി കാട്ടുന്നതിന് മുമ്പ് തന്നെ ക്രിസംഖ്യകൾ വാലി ചുരുട്ടി. RSSകാർ ക്രിസംഖ്യകളെ ഒപ്പം കൂട്ടുകയും ചെയ്തു. ഈ ക്രിസംഖ്യകൾ പൂർണ്ണമായിട്ടും RSSന് പണിയുന്നവരായിട്ട് മാറിയിട്ടുണ്ട്. പക്ഷെ അവരെ വിശ്വസിക്കാൻ കഴിയില്ല. ക്രിസംഖ്യകളല്ലാത്ത ക്രിസ്ത്യാനികൾ BJP സംഖ്യകളെ കണ്ണടിച്ച് കാണിക്കാനും തുടങ്ങിയിട്ടുണ്ട് കുറേ എണ്ണം. അവർ ആ വഴിക്ക് തുടങ്ങിയിട്ടുണ്ടെന്നർത്ഥം. ഇന്നത്തെ ക്രിസ്ത്യാനി നാളത്തെ ക്രിസംഖ്യയാണല്ലോ. അതിൻ്റെ പ്രത്യക്ഷ ലക്ഷണങ്ങളാണ് ഈ ഇസ്ലാമോഫോബിയ. തമ്പുരാനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് അടിയാളർ നമ്മൾ കണ്ടിട്ട് പല അടവുകളും പയറ്റുന്ന കണ്ടിട്ടുണ്ട്. ക്രിസംഖ്യകളുടെ അടവാണ് ഇസ്ലാം മതവിരുദ്ധത അഥവാ മുസ്ലിം വിരുദ്ധത. അതിങ്ങനെ പ്രചരിപ്പിക്കലും ഏറ്റുവാങ്ങലും ഏൽപ്പിച്ചു കൊടുക്കലും. ഈ ലോകത്ത് ഏത് മുസ്ലിം എന്തു ചെയ്താലും അവരെല്ലാം മനസ്സുകൊണ്ടും കർമ്മം കൊണ്ടും പറ്റാവുന്നിടത്തോളം അപമാനിക്കുക, ആക്രമിക്കുക. ഒന്നുകൂടി വ്യക്തമാക്കി കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ക്രിസ്ത്യൻ സംഖ്യകൾക്ക് മുസ്ലിം വിരുദ്ധ നിലപാട് അതൊരു ഭ്രാന്തായിട്ട് മാറിയിരിക്കുകയാണ്. ഒരു കാലഘട്ടത്തിൽ കേരളത്തിലും മൊത്തം ഇന്ത്യയിലും അവർക്കുണ്ടായിരുന്നൊരു അപ്രമാദിത്വം അത് തവിട് പൊടിയായി. കേരളത്തിൽ അന്തോണിയാണ് ഭരിച്ചിരുന്നത്. പിന്നീട് കേരളത്തിൽ ഉമ്മനാണ് ഭരിച്ചിരുന്നത്. ഉമ്മൻ ഭരിക്കുക, അന്തോണി ഭരിക്കുക, മനോരമ അച്ചായമാർ ഭരിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. കേരളത്തിലാണെങ്കിൽ വത്തിക്കാൻ ഭരണവും മരപ്പാപ്പ എന്ന് പറഞ്ഞ അദൃശ്യ കരങ്ങൾ അഥവാ അദൃശ്യ കരങ്ങൾ അതായിരുന്നു ഇവിടെ ഭരണം നടത്തിയിരുന്നത്. മുമ്പിൽ നിൽക്കുന്ന സോണിയ, മൻമോഹൻ സിംഗ്, രാജീവ് ഗാന്ധിക്ക് അതിൽപ്പെട്ട ആളുകളാണ്. അത്രയുമായ സമയത്ത് ഈ ക്രിസ്ത്യൻ സംഖ്യകൾക്ക് അവർക്ക്
അതോ ക്രിസ്ത്യൻ തീവ്ര ചിന്താഗതിക്കാർക്ക് പല സ്വപ്നങ്ങൾ സ്വാഭാവികമായിട്ട് ഉണ്ടാകുമല്ലോ. ഇപ്പോൾ BJP ഭരണം വന്നതോട് കൂടിയിട്ട് അവരുടെ എല്ലാ വിധത്തിലുള്ള ആ സ്വപ്നവും തകർന്നടിഞ്ഞു. ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിഞ്ഞു. ക്രിസ്ത്യൻ അപ്രമാദിത്വം ഹുദാഹവ. ഇന്ത്യയുടെ മൊത്തം ഭരണം വത്തിക്കാനുള്ള ഒരുത്തുണ്ടല്ലോ മരപ്പാപ്പ, അവൻ്റെ കൈകളിലാകും. മരപ്പാപ്പ ഒരു അദൃശ്യ ശക്തിയാകും. എല്ലാം ദേഹെടുക്കണം. അതോടുകൂടി തുടങ്ങിയതാണ് ഈ ഭ്രാന്ത്. BJP വന്നതോട് കൂടിയിട്ട് അവരോട് ഈ ഭ്രാന്ത് പുറത്തെടുക്കാൻ പറ്റാണ്ടായി. കേരളത്തിലേക്ക് ഇവർ ഹിന്ദുക്കളെ, ഹിന്ദു വീട്ടമ്മമാരെ, എന്തിനാ ഹിന്ദു ദേവതകളെ എന്തായാലും പറയാൻ മറ്റേ അയ്യപ്പൻ തൂറാനിരിക്കുക എന്ന് പറഞ്ഞവരാ ഇവർ. കുന്തുകാലം ഇരിക്കുന്ന ഒരു വിഗ്രഹമാണ് തൂറാനിരിക്കുക എന്ന് പറഞ്ഞ് പരത്തിയവരാണ് ഈ ക്രിസ്ത്യൻ തീവ്രവാദി തെമ്മാടികൾ. എത്ര സ്ഥലങ്ങളിലൂടെ പ്രസംഗിച്ചിട്ടുണ്ട്. കൃഷ്ണനെ എയ്ഡ്സ് ആണെന്ന് പറഞ്ഞ് പ്രസംഗിച്ചിട്ടുണ്ട്. ഇതൊന്നും ഹിന്ദുക്കൾ മറന്നിട്ടില്ല. പിന്നെ അവരങ്ങനെ പ്രതികരിക്കുന്നവരല്ല എന്ന് മാത്രം. കുറയ്ക്ക് നിസ്സംഗത്വം പുലർത്തും. പക്ഷെ ഇപ്പം അതല്ല സ്ഥിതി. ഇപ്പോൾ ഇവിടെ ഇന്ത്യ മുഴുവൻ ഞങ്ങളുടെ കയ്യിൽ, ആ മറ്റേ വടക്ക് കിഴക്കേ ഭാഗം മുഴുവൻ വേറെ ലോകമാക്കി കഴിഞ്ഞു അവർ. ഒരു കുപ്പിക്കഴുത്തുണ്ട് ബംഗ്ലാദേശിൻ്റെ മുകളിലായിട്ട്, അതിൻ്റെ അപ്പുറത്ത് കടന്നത് വേറെ ലോകമാണ്. അവിടെ ഇംഗ്ലീഷേ പറയാൻ പാടുള്ളൂ, ക്രിസ്മസേ ആഘോഷിക്കാൻ പാടുള്ളൂ. എല്ലാം ക്രിസ്ത്യാനികളാണ്. അതൊക്കെ മറച്ചു വച്ചിരിക്കുകയാണ് ഈ മാവോവാദികളാര്, ക്രിസ്ത്യാനികളാണ്. ഏതായാലും ഇപ്പോഴത്തെ സ്ഥിതി എന്താ? സഭാവസ്ത്രവും ഇട്ട് പുറത്ത് കിടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. കുരിശുമാലയിട്ട് പുറത്ത് കിടന്ന നെഞ്ചും കൂടെ തകർത്ത് കളയും അവിടെയുള്ള ആൾക്കാർ. ആ അവസ്ഥയിലേക്ക് എത്തിച്ചു കാര്യങ്ങൾ. കേരളത്തിലെ കുരിശു കൃഷിയും ഏതാണ്ട് നിലച്ച മട്ടായി. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിന്ന് കൊള്ളയടിച്ച് നേടിയ സ്ഥാപനങ്ങളായിട്ടുള്ള സ്വത്തുകൾ മുഴുവൻ ഈ ഷൂ നക്കികൾക്ക് അവരണ്ണാക്കിലാണ് ചാർത്തി കൊടുത്തത്. അതിൻ്റെ കണക്ക് എപ്പോൾ വേണമെങ്കിലും ചോദിക്കും. ഒരിക്കൽ ചെറുതായിട്ടൊന്ന് തോണ്ടിക്കുറി വെച്ചതാണ് അമിത്ഷാ. ഇവരെ സ്വത്തിൻ്റെ അടിയാധാരം വരെ പരിശോധിക്കണോ എന്നുള്ള രീതി. അതോടുകൂടി ഇവരൊതുങ്ങി. KP യോഹാനനെ പൂച്ചക്കുട്ടിയെ പിടിക്കുന്ന പോലെ പിടിച്ചു കൊണ്ടുപോയോട് കൂടിയിട്ട് പേടിയും കടന്നു. ഇപ്പം ആയതുകൊണ്ട് തന്നെ ഹിന്ദുക്കളെ കാണുമ്പോഴും കാവ്യവസ്ത്രം കാണുമ്പോഴും സന്യാസിമാരെ കാണുമ്പോഴും ഈ വാലാട്ടുന്ന കാണാം. റെയിൽവേ സ്റ്റേഷനിലും എയർപോർട്ടിലൊക്കെ വെച്ച് കാണുന്ന സമയത്ത്. ഞാനെങ്കിൽ പോകുന്ന സമയത്ത് ഈ തെണ്ടികൾ വന്ന്, ഈ മറ്റേ വെളുത്തമായിട്ട് ചേത്താന്മാർ വന്ന്, നമസ്കാരം സ്വാമിജി എവിടേക്കാണാവോ? എന്തൊരു മര്യാദ. തിരിച്ച് പലരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ നരകത്തിലേക്കെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരുത്തനോട്. ഞാൻ മലയാളിയാണവൻ, ചെന്നൈ എയർപോർട്ടിൽ വെച്ച് കണ്ടതാ. ഏതായാലും കയ്യിലിരിക്കുന്ന ഇവരുടെ രൂപ അതിരൂപ അതിൻ്റെ പേരിൽ ഇവർക്ക് തുല്യം ചാർത്തി കിട്ടിയ, ബ്രിട്ടീഷുകാർ തുല്യം ചാർത്തി കിട്ടിയ സ്വത്ത് കുറച്ചൊന്നുമല്ല. ഇന്ത്യ ഗവൺമെൻറ് സ്വത്ത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്വത്ത് ഇവന്മാർക്കാ. ആ സ്വത്തിൻ്റെ കണക്ക് ചോദിക്കും. ഇപ്പം ചോദിക്കും, നാളെ ചോദിക്കും. ആ ഒരു ഭയം, ആ ഒരു പേടി സ്വപ്നം ഇവരെ പിന്തുടരുന്നുണ്ട്. ഇപ്പോൾ ക്രിസ്ത്യൻ അതോറിറ്റികൾക്ക് ആ ഒരു പേടി സ്വപ്നം സമ്മാനിക്കുന്നത് ഉറക്കമില്ലാത്ത രാത്രികളാണ്. പുറത്ത് പറയാൻ പറ്റില്ല, ബോധമുണ്ടവർക്ക്, പുറത്ത് പറയാൻ പറ്റില്ല. ആയതുകൊണ്ട് തന്നെ മാസത്തിലൊരിക്കൽ തീവണ്ടിയിൽ കാണാം ഇവരുടെ ഇപ്പോൾ ഫ്ലൈറ്റിലാണ് യാത്ര. എന്തിനാ? മാസത്തിലൊരിക്കൽ പോയിട്ട് ഒപ്പിടാൻ, നരേന്ദ്രമോദിയുടെ ആ ഷൂസ് ഒന്ന് നക്കാൻ. ആ ഒരു രോഗം മുസ്ലിങ്ങളിൽ ചില ആൾക്കാർക്ക് ആരംഭിച്ചില്ല. ഒരിക്കൽ മറ്റേ എന്തായാലും പറയാം, നമ്മളുടെ അമിത്ഷായുടെ കാലിൽ നക്കാൻ പോയ ചരിത്രം അറിയാലോ. ഇവിടുന്ന് 1-2 പേര്, അത് ഞാൻ ഇപ്പോൾ പറയുന്നില്ല, കുറേ പറഞ്ഞതാണ്, മതിയായി പറഞ്ഞിട്ട്. അതിൻ്റെ പേരിലിപ്പോൾ ഞാൻ ഇതുവരെ നിങ്ങളോട് പറഞ്ഞില്ല, ദുബായിൽ വന്നാൽ എന്നെ തല്ലുമെന്ന് പറഞ്ഞിരിക്കുകയാണ് കുറച്ച് ആൾക്കാർ. ആ കൂട്ടരാണെന്നാണ് തോന്നുന്നത്. കോഴിക്കോടുള്ള
ആ ആളുകളുടെ കൂട്ടരാണെന്നാണ് തോന്നുന്നത്. ദുബായിൽ വന്നാൽ എന്നെ തല്ലെന്ന് പറഞ്ഞിരിക്കുകയാണ്. ആയതുകൊണ്ട് ദുബായിക്കുള്ള പോക്ക് ഞാൻ നിർത്തിവെച്ചു. അതാ സത്യം. എന്തിനാ വെറുതെ തല്ല് വാങ്ങിക്കുന്ന അവിടെ പോയിട്ട്? കാരണം അവിടെ പോയി തല്ല് കൊടുക്കുന്നവരും വാങ്ങിക്കുന്നവരും ചിലപ്പോൾ അവർ പിടിച്ചകത്തിടും. പ്രത്യേകിച്ചും ഒരു സന്യാസി രൂപമുള്ള എന്നെ ഈ വസ്ത്രധാരിയെ പിടിച്ച് അകത്തിട്ട് കഴിഞ്ഞാൽ അത് വലിയ വിവാദമാക്കാൻ ഇവിടുത്തെ ആൾക്കാർ ശ്രമിക്കും. അതുകൊണ്ട് ഞാൻ ഇനി ദുബായിലേക്ക് എല്ലാം തീരുമാനിച്ചു. പേടിച്ചിട്ട് തന്നെയാണ്. ഏതായാലും ഇപ്പൊ BJPക്കാർക്ക് സംഘപരിവാറുകാർക്ക് അടിപണിയുകയാണ് പള്ളിക്കാരും പട്ടക്കാരും. മമ്മൂട്ടി ചത്താൽ മതിയെന്ന് പറയുന്ന പോലെ മോഹൻലാലിനെ പറയാൻ ആഗ്രഹമില്ലാത്തതൊന്നും അല്ല. പക്ഷെ പറഞ്ഞാൽ RSS ഇളകും, അവിടെ ഹിന്ദുത്വവാദം ഉണരും, അവരുടെ തല പിടിച്ച് ചിലപ്പോൾ ഇങ്ങനെ തിരിച്ചു വയ്ക്കും. ഇവരെ സംബന്ധിച്ചിടത്തോളം ക്രിസ്ത്യാനിയല്ലാത്ത ആരെങ്കിലും ഒരാൾ ഒരു 6 അടി ഉയരമുണ്ടെങ്കിൽ, നല്ല വെളുത്ത നിറമുണ്ടെങ്കിൽ, അവർക്ക് നല്ല ശബ്ദമുണ്ടെങ്കിൽ, അവർക്ക് ആശയഗംഭീരന്മാരാണെങ്കിൽ, അവർക്ക് അവരുടെ നിലപാടുണ്ടെങ്കിൽ, വിദ്യാഭ്യാസമുണ്ടെങ്കിൽ ഉടനെ തന്നെ അവർ വളരുന്ന കലിയെ അടിച്ചമർത്തുന്ന പോലെ തൃശ്ശൂർ വടക്കുന്നാണെന്നിൽ ഒരു കല്ലുണ്ട്. എന്നും പൂജ കഴിഞ്ഞ് പ്രദക്ഷിണം ചെയ്യുമ്പോൾ ഒരു മരമുട്ടി കൊണ്ട് ഈ ചന്ദനമുട്ടി കൊണ്ട് അതിൻ്റെ മേലെ ടക് 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 3 അടി അടിക്കും. കലി താഴ്ന്നു പോകുന്നുള്ളതാണ്. ആയതുകൊണ്ട് തന്നെ ഇവർ കണ്ടു വളർന്ന സന്യാസിമാരുണ്ട്. മുട്ടിന് താഴെ മുണ്ടെടുത്ത് ഷർട്ടൊന്നും ഇടാൻ അറിയാതെ കോണക്കുന്തന്മാരായിട്ട് കോവിലധാരികളായിട്ട് തലയെ മുട്ടടിച്ചുള്ള കോങ്കണ്ണന്മാർ. അതിൻ്റെ ഇടയിൽ എന്നെപ്പോലുള്ള കാണാൻ അത്യാവശ്യം എല്ലാ രീതിയിലും കെൽപ്പുള്ള ആൾക്കാരെ കണ്ടപ്പോൾ അതും അവർക്ക് വിഷമം. അപ്പോൾ പറഞ്ഞത്, താൻ എവിടുത്തെ സന്യാസിയാണോ? സന്യാസിക്ക് എന്തിനാണോ താടി എന്തിനാണോ സന്യാസി വെട്ടുന്നത്? കൂതറയായിട്ട് നടക്കുന്നവനല്ലേടോ സ്വാമി? ആയതുകൊണ്ട് വസ്ത്രം ഊരി വെക്കടോ. ഞാൻ എന്തിനാ വസ്ത്രം ഊരി വെക്കുന്നത്? ഇവൻ്റെ അമ്മയ്ക്കും ഇവൻ്റെ പെങ്ങൾക്കും ഇവൻ്റെ മോൾക്കും ഇവൻ്റെ ഭാര്യയ്ക്കും കാണാൻ വേണ്ടിയിട്ടോ? അതിന് ഇവിടെ വസ്ത്രം ഊരിയിട്ടെന്താ കാര്യം? ഞാൻ അങ്ങോട്ട് വരാം, ഇവൻ്റെക്ക് വീട്ടിലേക്ക് വരാം. അവൻ്റെ അമ്മമാർക്കും പെങ്ങന്മാർക്കും ഭാര്യമാർക്കും പെൺമക്കൾക്കും അത്ര വലിയ താല്പര്യമാണ് സ്വാമിയുടെ ശരീരം കാണാൻ. ഞാൻ അങ്ങോട്ട് വരാം. അഡ്രസ്സ് തന്നാൽ മതി, ഫോൺ നമ്പർ തന്നാൽ മതി, ടിക്കറ്റ് അയച്ചു തന്നാൽ മതി, ഞാൻ അങ്ങോട്ട് വരാം. അല്ലാതെ എനിക്ക് വസ്ത്രം ഊരിയിട്ട് കാര്യമില്ലല്ലോ. പക്ഷേ ഇവരുടെ ഈ വെളുത്ത ചെകുത്താന്മാർ, ലോഹിൻ്റെ നടക്കുന്ന ചെകുത്താന്മാർ ഇടയ്ക്കിടയ്ക്ക് വസ്ത്രം ഊരുന്നുണ്ട്. അതുകൊണ്ട് അവർക്ക് ഉപകാരമുണ്ട്. കാരണം എന്താ? അവർ വസ്ത്രം ഊരിക്കഴിഞ്ഞാൽ അവരെടുത്ത് ഈ ഡാർലിംഗ് എന്ന് പറഞ്ഞ് വരാൻ വേണ്ടിയിട്ട് അപ്പുറത്ത് ഉള്ള പള്ളിത്തേവടികൾ വേണ്ടത്രയുണ്ട്. ആ ചരിത്രം നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞാൽ പിതാക്കന്മാരുടെ ചരിത്രം, പിതാക്കന്മാർ കറക്റ്റാണ്. പിതാക്കന്മാരെ ഫ്രാങ്കോ പിതാവ് എവിടേക്കാണ് പിള്ളേരുകളെന്ന് അറിയില്ല. റോബിൻ പിതാവ്, പൂതൃക്ക പിതാവ്, കോട്ടൂരാൻ പിതാവ്, പിന്നീട് കുറെ. അപ്പം അതിൽ കഴിവ് ലിംഗബലമില്ലാത്തതുകൊണ്ടല്ല. തോന്നിയെടുത്ത് പോകുമ്പോൾ മുഴുവൻ കൊണ്ടിട്ട് ലിംഗം കൊണ്ട് കുത്തിത്തിരിക്കുന്ന സ്വഭാവം സന്യാസിമാർക്ക് ഇല്ലാത്തതുകൊണ്ടാണ് വസ്ത്രം ഊരാത്തത്. പിന്നെ നീ തന്ന വസ്ത്രമില്ല. പിന്നെ നിന്റെ കൂട്ടാളികളുണ്ട്, ഇവിടെയുള്ള സംഘപരിവാർ തെണ്ടികൾ. അവരും പറയും ഇവൻ എവിടുത്തെ സ്വാമിയാന്ന്, ഇവനെവിടെ ആ വസ്ത്രം ആദ്യം ഊരി വെക്കണോ എന്ന്. കുറേ ബാലകൃഷ്ണന്മാരും കുറേ രാധാകൃഷ്ണന്മാരും കുറേ സുകുമാരന്മാരും കുറേ നായന്മാരൊക്കെ പറഞ്ഞു കേൾക്കാം. അവരോട് എത്രയേ പറയുള്ളൂ, നിന്റെ ചെലവിലൊന്നും കിട്ടിയതല്ല ഈ സന്യാസം. നീയായിട്ട് ഒരു ബന്ധവുമില്ല ഇവിടുത്തെ സന്യാസിമാർക്ക്. ഒരു നേരത്തെ ആഹാരം ഇവർ റിമിയെ വിളിച്ചു കൊടുക്കും, ടോമിയെ വിളിച്ചു കൊടുക്കും, കാപ്പിപ്പൊടി അച്ഛനെ വിളിച്ചു കൊടുക്കും. സന്യാസിമാരെ ഇവിടുത്തെ ജന്തുക്കൾക്ക് കണ്ടുകൂടാ, ജന്തുക്കളെ സന്യാസിമാർക്കും കണ്ടുകൂടാ. സ്വാഭാവികമാണല്ലോ അത്. ആയതുകൊണ്ട് എവിടെയെങ്കിലും ഒരാൾ അയാൾ എന്തെങ്കിലും വിധത്തിൽ ഏതെങ്കിലും രൂപത്തിൽ ഗ്രേസ് കാണിച്ചാൽ ഉടനെ തന്നെ അയാളുടെ മെക്കെട്ട് കയറും. അതിൻ്റെ ഭാഗമായിട്ടാണ് മമ്മൂട്ടിയുടെ മെക്കെട്ട് കയറിയത്. മമ്മൂട്ടിയെ പറഞ്ഞവൻ രണ്ട് നെയ്യപ്പം തിന്നാൽ രണ്ട് ഗുണം എന്ന് പറഞ്ഞ പോലെ 2 ഗുണമുണ്ടല്ലോ. ഒന്ന്, ഇസ്ലാമോഫോബിയ പടർത്തിയതിൻ്റെ പേരിൽ സ്പെഷ്യൽ പത്മശ്രീ, RSSൻ്റെ നല്ല സേവകരാകാം, ഗുഡ് സർവീസ് എൻട്രി, അതൊരു ഗുണം. പിന്നെ ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും മേലുള്ള ചൊറിച്ചിലും തീർക്കാം. ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞാൽ ചൊറിച്ചിലും തീരുമല്ലോ. ഏതായാലും ഇപ്പോൾ ഞങ്ങളെപ്പോലുള്ള ഹിന്ദുക്കളെ കണ്ടാൽ, ഹിന്ദു സന്യാസിമാരെ കണ്ടു കഴിഞ്ഞാൽ, ആചാര്യന്മാരെ കണ്ടു കഴിഞ്ഞാൽ ഇവറ്റകൾ അപ്പോൾ വാലുമായിട്ട് പേടിച്ചിട്ടാ. സ്നേഹം കൊണ്ടല്ല, ഇവർക്ക് ആരോടും സ്നേഹമില്ല.
ഇവർക്ക് ആയിക്കൂടി സ്നേഹമുള്ളത് ഒരു ഹൈന്ദവനായിട്ടുള്ള എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അവർക്ക് ആയിക്കൂടി സ്നേഹമുള്ളത് ആ പെണ്ണിനോടാ. ഏത് പെണ്ണിനോട്? ലക്ഷ്മിയോട്. പൈസ 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 പൈസ, രൂപ താ, രൂപ താ 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 താ, അതിരൂപ താ, കിഴികെട്ടി താ. എന്നിട്ട് ഇവർക്ക് മെർസൽസ് കാറും ഹെലികോപ്റ്ററും. എടാ ഇപ്പം രസമില്ല. ആഴ്ചയിൽ വത്തിക്കാനില്ല മീറ്റിംഗ്. ഇപ്പോൾ പുതിയ ട്രെൻഡാണിത്, വത്തിക്കാനില്ല മീറ്റിംഗ്. ഇവിടുത്തെ ക്രിസ്ത്യാനികളെ പറഞ്ഞ ഹിന്ദുക്കളുടെ അടുത്ത് കളികൾ നടക്കാണ്ടായി. ഇപ്പോൾ അവരുടെ ആചാര്യന്മാർ തന്നെ വേഷം കെട്ടുന്ന സമയത്ത് അവർ തന്നെ ചിലപ്പോൾ മോന്തയ്ക്ക് കണ്ടുവച്ച് കൊടുക്കും. ഇനി നിങ്ങളാണ്, ക്രിസ്ത്യാനികളാണ് ഇവരെ പാഠം പഠിപ്പിക്കേണ്ടത്. ഇവിടുന്ന് ആഴ്ചയിൽ ഇവിടുന്ന് വത്തിക്കാനിൽ പോകുന്ന സമയത്ത് അഭിമാനം കൊള്ളല്ല വേണ്ടത്. അത് നിങ്ങൾക്ക് അപമാനമാണ്. പിടിച്ചു ചോദിക്കണം, എവിടേക്കെന്താ പോണേന്ന് ചോദിക്കണം, എവിടേക്കെന്താ പോണേന്ന് ചോദിക്കണം വെളുത്തുള്ളാക്കിയിട്ട ചെകുത്താന്മാരോട്. അവർക്ക് ആരോടും സ്നേഹമില്ല. സ്വന്തം അപ്പനെയും അമ്മയെയും സ്നേഹിക്കാത്തവരാണ് ഇവർ. ഒരു പ്രായം കഴിഞ്ഞാൽ അവരിൽ നിന്ന് ഇനി ഒന്നും കിട്ടാനില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ഈ അമ്മയെയും അപ്പനെയും ആ രണ്ട് സ്ഥാനത്തെയും ഇവർ അനാഥാലയത്തിൽ കൊണ്ട് ഡംപ് ചെയ്യും. കേരളത്തിലെ അനാഥാലയം പരിശോധിച്ച് നോക്ക്. ഒറ്റ മുസ്ലിമിനെ, മരുന്നിന് പോലൊരു മുസ്ലിമിനെ അവിടെ കിട്ടില്ല. ഇവന്മാരവിടെയുള്ളൂ. ആ ഗാന്ധിഭവനിലേക്ക് നോക്കിയാൽ പോയാൽ കാണാൻ പറ്റും. അനാഥാലയം അഥവാ ഓൾഡ് ഏജ് ഹോം, ആ ഒരു സിസ്റ്റം തന്നെ യൂറോപ്പിൻ്റെ സൃഷ്ടിയാണത്. ഇന്ത്യയിലുണ്ടായിട്ടുള്ളതല്ല. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രായം കൂടുന്തോറും അവർക്കവിടെ രാജാവിൻ്റെ പട്ടമാണ് അവർക്ക് വീട്ടിൽ. അവരെ സംബന്ധിച്ചിടത്തോളം അപ്പനും അമ്മയും വലിയൊരു കോടീശ്വരനുണ്ട്. അദ്ദേഹം മാസത്തിൽ അവർ ആസ്ട്രേലിയയിലാണെങ്കിലും ഉത്തരധ്രുവത്തിലാണെങ്കിലും ആഫ്രിക്കയിലാണെങ്കിലും അന്റാർട്ടിക്കയിലാണെങ്കിലും അദ്ദേഹത്തിന് ഫ്ലൈറ്റ് കൊടുത്തു വരും. എന്തിനാ? അപ്പൻ്റെയും അമ്മയുടെയും മുമ്പിലൊന്ന് പ്രണമിക്കാൻ. അവിടെ നിന്നാണല്ലോ വളരുന്നത്. വേരുകൾ മുറിക്കുന്നവരല്ല, പക്ഷെ ഇവറ്റകൾ അതും ചെയ്യും. അപ്പനെ എന്നിട്ട് പാലാ ഭാഗത്തേക്കും നറുക്കിട്ടൊരുത്തന്നെ തല വിട്ടും. അങ്ങനെയുള്ള സംഭവം ഉണ്ടായിട്ടുണ്ട്. അവിടെ 5 പേര് കൂടിയിട്ട് അവിടെ കൂട്ടുകൂടിയിരിക്കും, എന്നിട്ട് നറുക്കിടും. എല്ലാവരും സ്വത്തുണ്ടല്ലോ, ആ നറുക്ക് വീഴുന്നവൻ്റെ തല ഒരു വെട്ടും, എന്നിട്ട് അവൻ്റെ സ്വത്ത് ഇവർ പങ്കുവയ്ക്കും. അതും നടന്നിട്ടുള്ള സ്ഥലമാണത്. ഏതായാലും ഇപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ അപ്പനെയും അമ്മയും കൊണ്ട് അവർ ഡംപ് ചെയ്യും. അവരിനി വേണ്ടാത്തവരായി അവരെയും കൊണ്ട് ഈ അനാഥാലയത്തിലൂടെ അവർ ഡംപ് ചെയ്യും. ഏത് കാറ്റഗറിയിലാണെങ്കിലും, സാഹിത്യമാകട്ടെ, സാംസ്കാരിക വൃത്തിയാകട്ടെ, സിനിമയാകട്ടെ, നാടകമാകട്ടെ, സംഗീതമാകട്ടെ, ഇവിടെ എല്ലാവരും ഞങ്ങൾ മുന്തിയ നിലയിലാകണം, ഞങ്ങൾ വലിയ നിലയിലാകണം. മറ്റുള്ളവരങ്ങനെ ആകരുത്. ആ ഒരു സ്വഭാവം ഇവരുടെ സത്യം പറഞ്ഞാൽ ജനിതക വൈകല്യമാണ്. കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ തന്തയിൽ നിന്നും തള്ളയിൽ നിന്നും കിട്ടിയതാണ്. പിഴച്ച തന്ത പിഴച്ച തള്ള അവിടുന്ന് കിട്ടുന്നത് ഇതൊക്കെ. അതാണ് ജനിതക വൈകല്യം. അതിന് ചികിത്സയില്ല എന്നുള്ളതാണ് സത്യം. ചികിത്സയില്ല എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. യുപിയിലും ഛത്തീസ്ഗഡിലൊക്കെ അതിനുള്ള സ്പെഷ്യൽ മരുന്നുണ്ട് അവിടെ. അത് നമ്മൾ കണ്ടതാണല്ലോ. ആ മരുന്നിൻ്റെ പേരാണ് ദൈ കാണുന്നത്. ഇതാണ് ആ മരുന്നിൻ്റെ പേര്. വായിച്ചോ? ഇതാണ് ആ മരുന്നിൻ്റെ പേര്. കേരളത്തിലെ ക്രിസ്ത്യൻ സംഖ്യകളുടെ ഭ്രാന്ത് മാറ്റാൻ ഉള്ള മരുന്ന് ഇതാണ്. യുപിയിലും ഛത്തീസ്ഗഡിലും പോയാൽ കിട്ടും, കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്താണ് ആ മരുന്നിൻ്റെ പേര്? ADICHUTTA. അതാണ് ആ മരുന്നിൻ്റെ പേര്. CHUTTA എന്നാണ്. ചുട്ട. ADI അടി. അതാണ് ആ മരുന്നിൻ്റെ പേര്. ചുട്ട അടി. അതാണ് ഈ മരുന്നിൻ്റെ പേര്. ആ മരുന്ന് യുപിയിലും ഛത്തീസ്ഗഡിലേക്ക് സുലഭമാണ്, ഫ്രീ ആയിട്ട് കിട്ടും. ആ മരുന്ന് കേരളത്തിൽ ലഭ്യമല്ല. താമസിയാതെ ഇവിടെയും ലഭ്യമായി തുടങ്ങും. അന്നേ തീരൂ ഈ പള്ളിക്കാരുടെയും പട്ടക്കാരുടെയും അഥവാ ഈ നായക്കാഷ്ടങ്ങളുടെ ഹിന്ദു വിരുദ്ധതയും ഇസ്ലാം വിരുദ്ധതയും.